ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ കാണാൻ പോണത് കോട്ടൺ കുർത്തിയുടെ കളക്ഷൻ ആണ് കേട്ടോ. നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് 3 പീസ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒരുപാട് എൻക്വയറി ചെയ്യുന്നുണ്ട് കസ്റ്റമർ. ഒക്കെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. അപ്പൊ അത് ആര് വിഷമിക്കേണ്ട, ഞാനിപ്പോ വേറെ കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതും ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. സിംഗിൾ കുർത്തിയാണ്, ഏലയിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ ഫാബ്രിക് ഒന്ന് കോട്ടൺ ആണ് വരുന്നത്. നല്ല ഒരു കോട്ടൺ ആണ് കേട്ടോ. അങ്ങനെ ചുരുങ്ങുന്ന കോട്ടൺ ഒന്നുമല്ല. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കോട്ടൺസ് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റി ഉള്ളതും നല്ല മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ പിന്നെയും പിന്നെ എൻക്വയറി ചെയ്യുന്നുണ്ട്, വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങാറുമുണ്ട്. അപ്പൊ അതിനെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ തരത്തിലുള്ള കുർത്തീസ് എനിക്ക് തരാനും, അല്ലെങ്കിൽ നിങ്ങൾ അത് വേറെ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോസ് അയച്ചു തരുമ്പോഴും അതിനുള്ള റിവ്യൂ എനിക്ക് തരുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആ സന്തോഷം അതെനിക്കിവിടെ അറിയാൻ പറ്റുന്നുണ്ട്. അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫാബ്രിക് ഒന്ന് കോട്ടൺ ആണ് വരുന്നത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് വൈറ്റ് ബേസിൽ വന്നിട്ട് നല്ല ഒരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ക്ലോസ് വ്യൂ കാണിക്കാം. നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിനു മുമ്പ് ഞാൻ ബിഗിനിങ് തൊട്ടേ ഈ ടൈപ്പിലുള്ള കുർത്തി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടൺ. ഇത് വന്നിട്ട് സിംഗിൾ കുർത്തിയാണ്. ഇത് ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നത്. ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് അവേ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. വൈറ്റ് ബേസിൽ വന്നിട്ട് ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു വി നെക്കാണ് വരുന്നത്. വി നെക്കിൽ വന്നിട്ട് ഈ ഷോൾഡർ ഏരിയ വരെയും ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ലേസ് വർക്ക് കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, കാരണം ഭംഗിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ആ ലേസ് വർക്ക് വന്ന് യോക്ക് ഏരിയയിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. യോക്ക് ഏരിയയിൽ വരെ ആ ലേസ് വർക്ക് കൊടുത്തിട്ട് താഴേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു 3 പാനൽ പോലെയാണ് വരുന്നത് കേട്ടോ. സെൻട്രൽ പോർഷനിൽ വന്നിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. അത് ഈ ലാവൻഡർ ഷെയ്ഡും വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഈ രണ്ട് സൈഡിൽ വന്നിട്ട് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ഫ്രണ്ട് പോർഷൻ. നല്ല ഭംഗിയാണ് കേട്ടോ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ. ഈ സെൻട്രൽ പോർഷനിൽ വരുന്ന ഈ ഫ്ലോറൽ വർക്ക് വന്നിട്ട് 3/4 സ്ലീവിന്റെ എൻഡിലായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ ഫ്ലോറൽ വർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഇത് കണ്ടോ, 3/4 സ്ലീവ്സിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു വി കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നല്ല ഒരു ഷെയ്ഡും നല്ല ഒരു ഫാബ്രിക്കുമാണ്. കട്ടിയൊന്നുമില്ല, ചുരുങ്ങുമെന്നൊന്നും നിങ്ങൾ ആരും പേടിക്കണ്ട. നല്ല അത്രയ്ക്കും ക്വാളിറ്റിയുള്ള 100% ഗ്യാരണ്ടി പറയുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഏലയിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയർ വരുന്നുണ്ട്. കാരണം ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്. കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ് വരുന്നത് കേട്ടോ. ഈ ഒരു കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സൂപ്പർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇതിന്റെ വേറൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടെ കണ്ടിട്ട് വരാം. സെക്കൻഡ് വൺ വന്നിട്ട് അതും നല്ല ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. രണ്ടും നല്ല ഷെയ്ഡാണ്. ഇത് കണ്ടോ, രണ്ടും നല്ല ഷെയ്ഡാണ്. ഇതിങ്ങനെയാണ് വരുന്നത് അതിന്റെ ഫ്രണ്ട് പോർഷന്. ബാക്കി ഡിഫറൻസ് ഒന്നുമില്ല. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ലെങ്തും ബാക്കിയെല്ലാം സെയിം ആണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് വൈറ്റ് ബേസിൽ വന്നിട്ട് ഒരു ബേബി പിങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നത് ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് റീസെന്റ് ആയിട്ട് ഒരു കസ്റ്റമറുടെ കമന്റ് ഞാൻ വായിക്കാനിടയായി. ഞാൻ എല്ലാ കമന്റും വായിക്കാറുണ്ട്. എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ആ സ്പോട്ടിൽ തന്നെ. അല്ലെങ്കിൽ ചില ടൈമിൽ ഞാൻ ട്രാവലിംഗ് ആണെങ്കിൽ മാത്രമേ ഒന്ന് ആ മെസ്സേജിൽ റിപ്ലൈ ചെയ്യാൻ കുറച്ച് ഡിലേ ആവാറുള്ളൂ. ഇപ്പം വാട്സപ്പിൽ എനിക്ക് അയക്കുന്ന മെസ്സേജ് ആണെങ്കിലും കമന്റ് ആണെങ്കിലും തന്നെ ഞാൻ എല്ലാ കസ്റ്റമർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരു കസ്റ്റമറിന്റെ മെസ്സേജ് പേഴ്സണലായിട്ട് വന്നതാണ് വാട്സപ്പിൽ. അതായത് വീഡിയോയിൽ നമ്മൾ കാണുന്ന അതേ ക്വാളിറ്റിയിലും അതേ ഷെയ്ഡും തന്നെ അവർക്ക് കിട്ടി. അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഇപ്പം ഞാൻ ഇതുപോലെ ഒരു എന്താ പറയുക ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു റിവ്യൂ കിട്ടിയപ്പം ഞാൻ വളരെ സന്തോഷമായി. എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ കസ്റ്റമർക്ക് കൂടുതൽ മെസ്സേജ് ഞാൻ അയച്ചില്ല. ഞാൻ ആർക്കും അങ്ങനെ കൂടുതൽ മെസ്സേജ് അയക്കാറില്ല. കാരണം നമുക്ക് ബിസിയാണല്ലോ, ടൈമിങ് ഉണ്ടാവത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമേ ഞാൻ അയച്ചുള്ളൂ. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ ഒരു കൈ കൊടുക്കുന്ന ഒരു മെസ്സേജ് മാത്രമേ അയച്ചിട്ടുള്ളൂ. പക്ഷെ അതിലെല്ലാം ഉണ്ട്. അത്രയ്ക്കും സന്തോഷമായി എനിക്ക് ആ ഒരു മെസ്സേജ്, ആ റിവ്യൂ കണ്ടപ്പോഴത്തേക്കും. അപ്പം ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, ഞാൻ കുറച്ച് ബോറടിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോറി കേട്ടോ.
എൻ്റെ സന്തോഷം നിങ്ങളുടെയും കൂടെ സന്തോഷമാണ്. അത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ കുർത്തിയും കൂടെ ഒന്ന് പെട്ടെന്ന് വേറെ ആയിട്ട് വന്നാലോ? അപ്പം നമ്മൾ നേരത്തെ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് കിട്ടുന്നത് കേട്ടോ. രണ്ടും നല്ല ഷെയ്ഡാണ്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് വന്നിട്ട് എൽ സൈസാണ് കേട്ടോ. കാരണം എൽ സൈസ് എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. വേറെ ചെയ്യണം. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് നോർമലി വന്നിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കോട്ടൻ്റെ നെക്ക് കയറാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എല്ലാവരും അത് പറയാറുണ്ട്. നെക്ക് കുറച്ച് കയറി വരുന്നെന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. വി നെക്ക് ആണെങ്കിൽ തന്നെ ഒന്നും നമുക്ക് അങ്ങനെ വിസിബിൾ ആവുന്നില്ല. നമുക്ക് വേറെ ചെയ്യാനായിട്ട് എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത്. എൽ സൈസ് വന്നിട്ട് എനിക്ക് കംഫർട്ടബിൾ ലുക്കാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈസ് ഏതാണെന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. ഇപ്പോൾ എൽ സൈസുകാർ എൽ സൈസ് തന്നെ എടുത്താൽ മതി. പ്ലസ് സൈസ് എടുക്കേണ്ട ആവശ്യമില്ല. കോട്ടൺ ആണെന്ന് ഓർത്ത് ചുരുങ്ങുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നിങ്ങൾ കറക്റ്റ് സൈസ് എടുത്താൽ മതി. ഇതിപ്പോൾ എൽ സൈസ് ആണെങ്കിൽ തന്നെയും എനിക്ക് വന്നിട്ട് വളരെ അങ്ങനെ ടൈറ്റായിട്ട് തോന്നുന്നില്ല. കുറച്ചൊരു ഫ്രീ ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വന്ന കുർത്തി വന്നിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ എടുക്കാൻ ഞാൻ സജഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പ്രാവശ്യം എനിക്ക് വേറെ ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട രണ്ട് കുർത്തിൻ്റെയും സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 699 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ട് ഇരുന്ന് നല്ല നല്ല കളക്ഷനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇപ്പോൾ കുറേ കസ്റ്റമർക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വീഡിയോ വരുമ്പോഴത്തേക്ക് ഡിലേ ആവുന്നു, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അപ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്യേണ്ടത്, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഓൾ എന്നുള്ള ബട്ടൺ വന്നിട്ട് ഇനേബിൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഗിവ് എവേയുടെ കാര്യം ആരും മറന്നിട്ടില്ല. നിങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ റിപ്പീറ്റ് ആയിട്ട് പറയാമെന്ന് വിചാരിക്കില്ല. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഗിവ് എവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനിനി അങ്ങോട്ട് ഇരുന്ന് റീൽസ് ആയാലും വീഡിയോസ് ആയാലും ഷെയർ ചെയ്യുകയോ സ്റ്റാറ്റസ് ആക്കി വെക്കുകയോ അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് അയച്ചു തരികയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നവർക്കാണ് നമ്മൾ 4K ആകുമ്പോഴത്തേക്ക് അതിനുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത്. അല്ലാതെ മന്ത്ലി ഉള്ള ഗിവ് അവേ അങ്ങനെ നടക്കുന്നുണ്ട്. സെക്കൻഡ് സാറ്റർഡേ ആണ് നമ്മൾ നറുക്കെടുക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോയുമായി കാണുമ്പോഴേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷ്.